മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ നവീൻ ഭാസ്കർ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. നമുക്കിന്ന് ചാപ്റ്റർ 2 പഠിക്കാം. ചാപ്റ്റർ 2 കോൺസെപ്റ്റ്സ് ഓഫ് ഊപ്സ്. ഊപ്സ് എന്നാൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് സ്ട്രക്ചർ എന്നതിൻ്റെ ചുരുക്കരൂപമാണ്. പ്രോഗ്രാമിംഗ് പാരഡിംസ് നോക്കാം. പ്രോഗ്രാമിംഗ് രീതികൾ പ്രധാനമായും 2 തരത്തിലാണ് പ്രോഗ്രാമുകൾ എഴുതാൻ സാധിക്കുന്നത്. ഒന്ന് പ്രൊസീജറൽ പ്രോഗ്രാമിംഗ്, 2 ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. പ്രൊസീജറൽ പ്രോഗ്രാമിംഗ് എന്താണെന്ന് നോക്കാം. പ്രൊസീജറൽ പ്രോഗ്രാമിങ്ങിൽ ഡാറ്റയേക്കാൾ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ഫംഗ്ഷനാണ്. ഇപ്പോൾ നിങ്ങൾ വാർത്തയിലും മറ്റും കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും, പേപ്പറിൽ വായിച്ചിട്ടുണ്ടാവും ഡാറ്റകൾ ചോർത്തുന്നതിനെക്കുറിച്ച് ഒക്കെ ഉണ്ടായ സംഭവങ്ങൾ. അപ്പോൾ ഡാറ്റയുടെ പ്രാധാന്യം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ പ്രൊസീജറൽ പ്രോഗ്രാമിങ്ങിൽ ഡാറ്റയേക്കാൾ പ്രാധാന്യം കൊടുത്തിരുന്നത് ഫംഗ്ഷനാണ്. ഉദാഹരണത്തിന് സി, കോബോൾ, ഫോർട്രാൻ തുടങ്ങിയ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളെല്ലാം പ്രൊസീജറൽ പ്രോഗ്രാമിങ്ങിന് ഉദാഹരണങ്ങളാണ്. ഇനി ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്താണെന്ന് നോക്കാം. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ ഫംഗ്ഷനേക്കാൾ പ്രാധാന്യം ഡാറ്റയ്ക്കാണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിലുള്ളത്. C++, ജാവ, C# തുടങ്ങിയ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് ഉദാഹരണങ്ങളാണ്. ഇനി നമുക്ക് പ്രൊസീജറൽ ലാംഗ്വേജും ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പരിശോധിക്കാം. പ്രൊസീജറലിൽ ഡാറ്റയ്ക്ക് പ്രാധാന്യം കുറവാണ്, എന്നാൽ ഊപ്സിലാകട്ടെ ഡാറ്റയ്ക്കാണ് പ്രാധാന്യം. രണ്ടാമത് പ്രൊസീജറിനാണ് കൂടുതൽ പ്രാധാന്യം. പ്രൊസീജർ എന്നാൽ ഫംഗ്ഷനാണ്. അപ്പോൾ ഫംഗ്ഷനാണ് കൂടുതൽ പ്രാധാന്യം, എന്നാൽ ഊപ്സിൽ ഫംഗ്ഷന് പ്രാധാന്യം കുറവാണ്. മൂന്നാമത്തെ വ്യത്യാസം നോക്കാം. പ്രൊസീജറിൽ പുതിയ ഡാറ്റ ടൈപ്പുകൾ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്, എന്നാൽ ഊപ്സിൽ അത് താരതമ്യേന വളരെ ഈസിയാണ്. പ്രൊസീജറൽ ലാംഗ്വേജിലാകട്ടെ നിത്യജീവിതവുമായി ബന്ധം കുറവാണ്, എന്നാൽ ഊപ്സിൽ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ് കൂടുതലും. ഇനി ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് ഊപ്പ്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് സ്ട്രക്ചറിൻ്റെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്സ് നമുക്കൊന്ന് നോക്കാം. 1 ഒബ്ജക്റ്റ്, 2 ക്ലാസ്, 3 ഡാറ്റ അബ്സ്ട്രാക്ഷൻ, 4 ഡാറ്റ എൻക്യാപ്സുലേഷൻ, 5 പോളിമോർഫിസം, 6 ഇൻഹെറിറ്റൻസ്, 7 മോഡുലാരിറ്റി. ഈ 7 എണ്ണമാണ് പ്രധാന കോൺസെപ്റ്റുകൾ. ഇതൊന്നും കേട്ട് പേടിക്കേണ്ട കാര്യമില്ല. ഇത് വളരെ ഈസിയാണ്. വളരെ സിമ്പിൾ എക്സാമ്പിൾ സഹിതം ഞാനിത് വിശദമാക്കി തരാം. അടുത്തതായി നമുക്ക് ക്ലാസും ഒബ്ജക്റ്റും എന്താണെന്ന് പഠിക്കാം. അതിനായി വളരെ ലളിതമായ ഒരു ഉദാഹരണത്തിലേക്ക് നമുക്ക് പോകാം. പാചകം എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണല്ലോ. നമുക്ക് ഒരു ചമ്മന്തി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചമ്മന്തി ഉണ്ടാക്കാൻ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണല്ലോ വേണ്ടത്. 1 ചേരുവകൾ, 2 പാചക രീതി. അപ്പോൾ ചമ്മന്തിയിലെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തേങ്ങ, ഉള്ളി, മുളക്, പുളി, ഉപ്പ്. രണ്ടാമതായി വേണ്ടത് അതിൻ്റെ പാചക രീതിയാണ്. ഇതിൽ ഞാൻ ആദ്യം പറഞ്ഞ തേങ്ങ, ഉള്ളി, മുളക്, പുളി, ഉപ്പ് എന്ന് പറയുന്നതാണ് ഡാറ്റ. രണ്ടാമതായി പറഞ്ഞ പാചക രീതിയാണ് ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് ചമ്മന്തിയെ ഒരു ക്ലാസ് ആയിട്ട് കണക്കിലെടുക്കാം. ചമ്മന്തി എന്ന ക്ലാസ്സിനകത്തുള്ള ഡാറ്റകളാണ് തേങ്ങ, ഉള്ളി, മുളക്, പുളി, ഉപ്പ് ഒക്കെ. അതിനുള്ളിലുള്ള ഫംഗ്ഷനാണ് പാചക രീതി. അപ്പോൾ നമുക്ക് ഒരു ക്ലാസ്സിനുള്ളിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് മനസ്സിലായി. ഒരു ക്ലാസ്സിനകത്ത് ഒന്നാമതായി ഡാറ്റ, 2 ഫങ്ഷൻസ് ആക്റ്റഡ് അപ്പോൺ ദാറ്റ് ഡാറ്റ. ആ ഡാറ്റയിൽ വർക്ക് ചെയ്യാൻ ആവശ്യമായ ഫങ്ഷൻ. ഈ ഒരു ഉദാഹരണം നോക്കൂ. ഫ്രൂട്ട് എന്ന ക്ലാസ്സിൽ നിന്ന്
ഉണ്ടായ ഒബ്ജക്റ്റുകളാണ് ആപ്പിളും ബനാനയും. അതുപോലെ തന്നെ കാർ എന്ന ക്ലാസ്സിൽ നിന്ന് ഉണ്ടാക്കിയ ഒബ്ജക്റ്റുകളാണ് BMW-യും ഓഡിയും. അപ്പോൾ നമുക്ക് പറയാൻ സാധിക്കും an object is an instance of class. It consists of all the features of a class. അപ്പോൾ നമുക്ക് ക്ലാസിൻ്റെയും ഒബ്ജക്റ്റിൻ്റെയും നിർവചനം ഒന്നുകൂടി പരിശോധിക്കാം. A class is a blueprint of objects that defines data and functions. ഒരു ഒബ്ജക്റ്റിനുള്ളിൽ എന്തെല്ലാം അടങ്ങിയിട്ടുണ്ട് എന്നതിൻ്റെ ഒരു വിശദാംശമാണ് ക്ലാസ്. It represents the set of properties or methods that are common to all objects. എല്ലാ ഒബ്ജക്റ്റുകൾക്കും പൊതുവായുള്ള എല്ലാ പ്രോപ്പർട്ടീസും മെത്തേഡ്സും ക്ലാസ്സിനുള്ളിലാണ് എഴുതി വച്ചിരിക്കുന്നത്. ഇനി ഒബ്ജക്റ്റ് എന്താണെന്ന് പരിശോധിക്കാം. ഒബ്ജക്റ്റ് ഒരു ക്ലാസിൻ്റെ ഇൻസ്റ്റൻസ് ആണ്. ഒബ്ജക്റ്റുകൾ ഉണ്ടാക്കുന്നത് ക്ലാസ്സിൽ നിന്നാണ്. അടുത്തതായി നമുക്ക് ഒരു ക്ലാസ്സിന് ഉദാഹരണവും അതിൽ നിന്ന് എങ്ങനെയാണ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നും നോക്കാം. ഇവിടെ നിങ്ങൾക്ക് സ്റ്റുഡൻറ്റ് എന്ന പേരിൽ ഒരു ക്ലാസ് കാണാം. ക്ലാസ് സ്റ്റുഡൻറ്റ്. ക്ലാസ് എന്ന് പറയുന്ന കീവേഡാണ്. സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ഈ ക്ലാസ്സിൻ്റെ പേരാണ്. ഒരു ക്ലാസ്സിനകത്ത് രണ്ട് ഭാഗങ്ങളാണുള്ളത്. ഒരു ഡാറ്റ പാർട്ടും ഫങ്ഷൻ പാർട്ടും. ഫങ്ഷൻ ഡാറ്റ എപ്പോഴും പ്രൈവറ്റ് പാർട്ടിലാണ് എഴുതി വയ്ക്കുക. ഫങ്ഷൻ എപ്പോഴും പബ്ലിക് പാർട്ടിലാണ് എഴുതി വയ്ക്കുക. ഇനി ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സ്റ്റുഡൻറ്റ് S1, S2, S3. അതായത് സ്റ്റുഡൻറ്റ് എന്ന ക്ലാസ്സിൻ്റെ ആദ്യത്തെ ഒബ്ജക്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തു S1. ഇപ്പോൾ S1 എന്ന ഒബ്ജക്റ്റിനകത്ത് ഈ കാണുന്ന മുഴുവൻ ഡീറ്റെയിൽസും ഉണ്ട്. റോൾ നമ്പറുണ്ട്, നെയിമുണ്ട്, ഇത് റീഡ് ചെയ്യാനും പ്രിൻ്റ് ചെയ്യാനുള്ള ഫങ്ഷനുകളുണ്ട്. അടുത്ത രണ്ടാമതൊരു ഒബ്ജക്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തു S2. S2 എന്ന ഒബ്ജക്റ്റിനകത്തും ഇവിടെ കാണുന്ന എല്ലാ ഡീറ്റെയിൽസുകളും ഉണ്ട്. വീണ്ടും മൂന്നാമതൊരു ഒബ്ജക്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തു S3. അതിനകത്തും നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഈ ക്ലാസ്സിനകത്ത് കാണുന്ന എല്ലാ വിവരങ്ങളും അതിനകത്തും ഉണ്ട്. ഇനി നമുക്കതിലേക്ക് ഡാറ്റ റീഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. S1.read, അതായത് S1 എന്ന് പറയുന്ന ഒബ്ജക്റ്റിനകത്ത് റീഡ് എന്ന് പറയുന്ന ഫങ്ഷൻ വിളിക്കുന്നു. അപ്പോൾ S1 എന്ന് പറയുന്ന ഒബ്ജക്റ്റിനകത്തേക്ക് ആവശ്യമായ ഡാറ്റകൾ റീഡ് ചെയ്യപ്പെടുന്നു. അതുപോലെ തന്നെ S2.read എന്ന് പറയുമ്പോൾ S2 എന്ന ഒബ്ജക്റ്റിനകത്തേക്ക് ഡാറ്റകൾ റീഡ് ചെയ്യപ്പെടുന്നു. അതുപോലെ തന്നെ S3യിലും. ഇനി നമുക്ക് ആക്സസ് സ്പെസിഫയേഴ്സ് എന്താണെന്ന് നോക്കാം. ഇത് 3 തരത്തിലാണുള്ളത്: പ്രൈവറ്റ്, പബ്ലിക്, പ്രൊട്ടക്റ്റഡ്. പ്രൈവറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ മെമ്പർ ഫങ്ഷന് മാത്രമേ ആക്സസ് ഉണ്ടായിരിക്കുകയുള്ളൂ. അതായത് ഈ ക്ലാസ്സിന് ഉള്ളിലുള്ള ഫങ്ഷനുകൾക്ക് മാത്രമേ ഈ ക്ലാസ്സിൻ്റെ പ്രൈവറ്റ് ഏരിയയിലേക്ക് കടന്നു ചെല്ലാനായിട്ട് സാധിക്കുള്ളൂ. പബ്ലിക് എന്ന് പറഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, പബ്ലിക്കിനകത്താണ് ഫങ്ഷനുകൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ഫങ്ഷൻ ആർക്ക് വേണമെങ്കിലും റീഡ് ചെയ്യാനായിട്ട് പറ്റും, കോൾ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഈ പ്രൈവറ്റ് ഏരിയയിലുള്ള ഡാറ്റകളെ ഈ പബ്ലിക് ഏരിയയിലുള്ള ഫങ്ഷന് മാത്രമേ കോൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഡാറ്റയ്ക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിയിരിക്കുന്നു, അല്ലെങ്കിൽ ഡാറ്റയ്ക്ക് സെക്യൂരിറ്റി നൽകിയിരിക്കുന്നു എന്ന് പറയാനായിട്ടുള്ള കാരണം. ഇനി പ്രൊട്ടക്റ്റഡ് എന്ന് പറയുന്ന ആക്സസ് സ്പെസിഫയർ എന്താണെന്ന് നോക്കാം. പ്രൊട്ടക്റ്റഡ് എന്ന് പറഞ്ഞാൽ അവിടെ മെമ്പർ ഫങ്ഷനും അതുപോലെ തന്നെ ഇൻഹെറിറ്റ് ചെയ്ത ക്ലാസ്സിലെ ഫങ്ഷനുകൾക്കും മാത്രമേ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇൻഹെറിറ്റഡ് ക്ലാസ്സിനെ കുറിച്ച് നമുക്ക്
അല്പസമയത്തിനുള്ളിൽ നോക്കാം. അപ്പം ഞാൻ ഇതൊന്നുകൂടി വിശദീകരിക്കാം. പ്രൈവറ്റ് എന്ന് പറഞ്ഞാൽ മെമ്പർ ഫംഗ്ഷന് മാത്രമേ ആക്സസ് ഉള്ളൂ, പുറത്തുനിന്ന് ആർക്കും അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല. പബ്ലിക് എന്ന് പറഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യാം. പ്രൊട്ടക്റ്റഡ് എന്ന് പറഞ്ഞാൽ മെമ്പർ ഫംഗ്ഷനും ഇൻഹെറിറ്റഡ് ക്ലാസ്സിലെ ഫംഗ്ഷനും മാത്രമേ ആക്സസ് ഉണ്ടാകുകയുള്ളൂ. നമ്മൾ ഇന്നലെ സ്ട്രക്ചർ പഠിച്ചുവല്ലോ. ഇനി ക്ലാസും സ്ട്രക്ചറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. ഇത് പരീക്ഷയ്ക്ക് സാധാരണയായി ചോദിച്ച് കാണാറുള്ളൊരു ചോദ്യമാണ്. ക്ലാസ് ഇറ്റ് കണ്ടെയ്ൻസ് ഡാറ്റ ആൻഡ് ഫങ്ഷൻസ് ആസ് മെമ്പേഴ്സ്. ക്ലാസ്സിനകത്ത് ഡാറ്റയും ഫങ്ഷനും ഉണ്ട്, നമ്മൾ കണ്ടു. എന്നാൽ സ്ട്രക്ചറിനകത്ത് ഡാറ്റ മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ വ്യത്യാസം, ക്ലാസ്സിനകത്ത് പ്രൈവറ്റ്, പബ്ലിക്, പ്രൊട്ടക്റ്റഡ് എന്ന് 3 തരത്തിൽ ആക്സസ് സ്പെസിഫയേഴ്സ് ഉണ്ട്. എന്നാൽ സ്ട്രക്ചറിനകത്ത് അങ്ങനെ പ്രത്യേകിച്ച് ആക്സസ് സ്പെസിഫയേഴ്സ് ഇല്ല. മൂന്നാമത്തെ ഡിഫറൻസ്, ബൈ ഡിഫോൾട്ട് ദ മെമ്പേഴ്സ് ആർ പ്രൈവറ്റ്. ക്ലാസ്സിനകത്ത് ഡീഫോൾട്ടായിട്ട് പ്രൈവറ്റ് ആണ്. അതായത് ഒന്നും സ്പെസിഫൈ ചെയ്തില്ലെങ്കിൽ, പബ്ലിക്കെന്നോ പ്രൊട്ടക്റ്റഡ് എന്നോ പ്രത്യേകം സ്പെസിഫൈ ചെയ്തില്ലെങ്കിൽ അവിടെ പ്രൈവറ്റ് ആയിരിക്കും. എന്നാൽ സ്ട്രക്ചറിനകത്ത് ബൈ ഡിഫോൾട്ട് പബ്ലിക്കാണ്. അടുത്തതായി ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്താണെന്ന് നോക്കാം. ഇതൊരു കാറിൻ്റെ ചിത്രമാണ്. ഈ കാറിലേക്ക് നമുക്ക് നോക്കുമ്പോൾ കാറിൻ്റെ പല വസ്തുക്കളും ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് എൻജിൻ, ബാറ്ററി അങ്ങനെ മുതലായ വസ്തുക്കളെല്ലാം ഹൈഡ് ചെയ്തിരിക്കുകയാണ്. പുറമേയുള്ള വസ്തുക്കൾ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. ഡാറ്റ അബ്സ്ട്രാക്ഷൻ പറയുന്നത് ഇത് തന്നെയാണ്. ഇറ്റ് റെഫേഴ്സ് ടു ദ ആക്ട് ഓഫ് ഷോയിങ് എസെൻഷ്യൽ ഫീച്ചേഴ്സ്, ഹൈഡിങ് ദ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് ഓർ എക്സ്പ്ലനേഷൻ. ആവശ്യമുള്ള ഫീച്ചറുകൾ മാത്രം കാണിച്ചിട്ട് ബാക്കിയെല്ലാം ഹൈഡ് ചെയ്ത് വെക്കുന്നതിനെയാണ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. അടുത്തതായി നമുക്ക് ഡാറ്റ എൻക്യാപ്സുലേഷൻ എന്താണെന്ന് നോക്കാം. ഈ ചിത്രത്തിലേക്ക് ശ്രദ്ധിക്കുക. ഇവിടെ ക്യാപ്സൂളിൻ്റെ രൂപത്തിലുള്ള ചിത്രത്തിനകത്ത് ഇത് പ്രൈവറ്റ് ഏരിയ ആണ്, ഇത് പബ്ലിക്. ഡാറ്റയും ഫങ്ഷൻസും എല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. ഇവിടെ ഡാറ്റയും ഫങ്ഷനും ഒരുമിച്ച് ബൈൻഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് സേഫായിട്ട് ബൈൻഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി അതിൻ്റെ ഡെഫിനേഷൻ ഒന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ബൈൻഡ്സ് ദ ഡാറ്റ ആൻഡ് ഫങ്ഷൻസ് ടുഗദർ. അടുത്തതായി നമുക്ക് പോളിമോർഫിസം എന്താണെന്ന് പഠിക്കാം. ഗ്രീക്കിൽ പോളി എന്ന് പറഞ്ഞാൽ മെനി എന്നാണ്, മോർഫ് എന്ന് പറഞ്ഞാൽ ഫോംസ് എന്നാണ്. പോളിമോർഫിസം എന്ന് പറഞ്ഞാൽ ദ എബിലിറ്റി ടു എക്സിസ്റ്റ് ഇൻ മെനി ഫോംസ്. ഉദാഹരണം നോക്കാം. ഇത് നിങ്ങളിൽ ഒരാളാണെന്ന് വിചാരിക്കുക. ഇവൻ ഷോപ്പിംഗ് മാളിൽ പോകുമ്പോൾ ഇവൻ ആരാകുന്നു? ഇവൻ കസ്റ്റമറാണ്. എന്നാൽ സ്കൂളിൽ ചെല്ലുമ്പോഴോ ഇവനൊരു സ്റ്റുഡൻ്റാണ്. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു പാസഞ്ചറാണ്, യാത്രക്കാരനാണ്. ഇത് ഒരു കുട്ടിയാണ്. എന്നാൽ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ഇവൻ വ്യത്യസ്ത ആളുകളായിട്ടാണ് അറിയപ്പെടുന്നത്. കസ്റ്റമറായിട്ടും സ്റ്റുഡൻ്റായിട്ടും പാസഞ്ചറായിട്ടും ഒന്നിലധികം രീതിയിൽ എക്സിസ്റ്റ് ചെയ്യാനുള്ള കഴിവിനെയാണ് പോളിമോർഫിസം എന്ന് വിളിക്കുന്നത്. പോളിമോർഫിസങ്ങളെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. കമ്പൈൽ ടൈം പോളിമോർഫിസം, റൺ ടൈം പോളിമോർഫിസം. കമ്പൈൽ ടൈം പോളിമോർഫിസത്തിന് ഉദാഹരണമാണ് ഫങ്ഷൻ ഓവർലോഡിംഗ്, ഓപ്പറേറ്റർ ഓവർലോഡിംഗ്. റൺ ടൈം പോളിമോർഫിസത്തിന് ഉദാഹരണം വെർച്വൽ ഫങ്ഷൻ. ഇനി നമുക്ക് കമ്പൈൽ ടൈം പോളിമോർഫിസം എന്താണെന്ന് നോക്കാം. ഇത് ഏർലി ബൈൻഡിങ് എന്നുള്ള പേരിലും അറിയപ്പെടുന്നു. കമ്പൈൽ ടൈം പോളിമോർഫിസത്തിന് ഉദാഹരണമാണ് ഫങ്ഷൻ ഓവർലോഡിംഗ്. ഒരേ പേരിലുള്ള ഒന്നിലധികം ഫങ്ഷനുകൾ അതിൻ്റെ പാരാമീറ്ററിനനുസരിച്ച് വ്യത്യസ്തമായി പ്രവർത്തിക്കുന്നു. ഇതാണ് ഫങ്ഷൻ ഓവർലോഡിംഗ്. ഫങ്ഷൻ വിത്ത് ദ സെയിം നെയിം ബട്ട് ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ് ക്യാൻ ആക്ട് ഡിഫറെൻ്റ്ലി. പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ ഫങ്ഷൻ്റെ ബ്രാക്കറ്റിനകത്തുള്ള വാല്യൂ ആണ് പാരാമീറ്റർ. ഇവിടെ നോക്കൂ, ഇവിടെ പാരാമീറ്റർ ഒന്നുമില്ല. ഇവിടെ 2 പാരാമീറ്റർ ഉണ്ട്, ഇവിടെ ഒരു പാരാമീറ്ററേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ പാരാമീറ്ററിൻ്റെ എണ്ണത്തിനനുസരിച്ച് ഈ ഓരോ ഫങ്ഷനുകളും
ഒരേ പേരിലാണെങ്കിൽ കൂടി വ്യത്യസ്തമായ രീതിയിലായിരിക്കും പ്രവർത്തിക്കുക. ഇതിനെയാണ് ഫങ്ഷൻ ഓവർലോഡിംഗ് എന്ന് വിളിക്കുന്നത്. അടുത്ത് ഓപ്പറേറ്റർ ഓവർലോഡിംഗ് എന്താണെന്ന് നോക്കാം. It is the ability to give new meaning to the existing operators. C++ൽ നിലവിലുള്ള ഓപ്പറേറ്ററുകൾക്ക് വ്യത്യസ്തമായ ഒരു അർത്ഥം കൊടുക്കുവാനാണ് ഓപ്പറേറ്റർ ഓവർലോഡിംഗ് ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് നോക്കാം. പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ അഡീഷന് വേണ്ടിയാണല്ലോ ഉപയോഗിക്കുന്നത്. എന്നാൽ രണ്ട് സ്ട്രിങ്ങുകളെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുവാനും നമുക്ക് പ്ലസ് ഓപ്പറേറ്റർ ഉപയോഗിക്കാം. ഉദാഹരണം നോക്കൂ. 2+3 നമുക്ക് 5 കിട്ടും. എന്നാൽ ഡൽഹി പ്ലസ് മുംബൈ എന്ന് പറയുമ്പോൾ ഡൽഹി മുംബൈ എന്നും കിട്ടും. അപ്പോൾ ഇവിടെ 2+3ൽ പ്ലസ് ഉപയോഗിച്ചിരിക്കുന്നത് അഡീഷന് വേണ്ടിയിട്ടാണ്. ഡൽഹി പ്ലസ് മുംബൈയിൽ പ്ലസ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ രണ്ട് സ്ട്രിങ്ങുകളെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരേ ഓപ്പറേറ്ററുകൾക്ക് രണ്ട് വ്യത്യസ്ത അർത്ഥം കൊടുത്തിരിക്കുകയാണ് ഇവിടെ. ഇതാണ് ഓപ്പറേറ്റർ ഓവർലോഡിംഗ്. അടുത്തതായി നമുക്ക് ഇൻഹെറിറ്റൻസ് എന്താണെന്ന് പഠിക്കാം. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ധാരാളം വർഷങ്ങളിൽ ഇത് ചോദിച്ചതായി കാണുന്നു. ഇതിൻ്റെ ഡെഫിനിഷൻ ഒന്ന് പരിശോധിക്കാം. ദ എബിലിറ്റി ഓഫ് എ ക്ലാസ് ടു ഇൻഹെറിറ്റ് ദ പ്രോപ്പർട്ടീസ് ഓഫ് അനദർ ക്ലാസ് ഈസ് നോൺ ആസ് ഇൻഹെറിറ്റൻസ്. ഒരു ക്ലാസിൻ്റെ സവിശേഷതകൾ മറ്റൊരു ക്ലാസ്സിന് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതിനെയാണ് ഇൻഹെറിറ്റൻസ് എന്ന് വിളിക്കുന്നത്. ഒരു സിമ്പിൾ എക്സാമ്പിളിലൂടെ ഇത് വ്യക്തമാക്കാം. നിങ്ങളുടെ മുത്തച്ഛൻ്റെ സവിശേഷതകൾ, നിങ്ങളുടെ മുത്തച്ഛൻ്റെ പ്രത്യേകതകൾ നിങ്ങളുടെ അച്ഛന് ലഭിച്ചു. അപ്പോൾ അച്ഛൻ മുത്തച്ഛനിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്തു. നിങ്ങളുടെ അച്ഛൻ്റെ കഴിവുകളാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. അതായത് നിങ്ങൾ ഇൻഹെറിറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ അച്ഛനിൽ നിന്നാണ്. ഇനി ടൈപ്സ് ഓഫ് ഇൻഹെറിറ്റൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. 1 സിംഗിൾ ഇൻഹെറിറ്റൻസ്, 2 മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്, 3 ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ്, 4 മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്, 5 ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ്. ഇത് ഓരോന്നും എന്താണെന്ന് പരിശോധിക്കാം. സിംഗിൾ ഇൻഹെറിറ്റൻസ് ഈ ചിത്രത്തിലൊന്ന് നോക്കുക. ഇവിടെ പ്ലെയർ എന്ന് പറയുന്ന ക്ലാസ്സിൽ നിന്ന് ക്രിക്കറ്റർ എന്ന് പറയുന്ന ഒരു ക്ലാസ് ഡിറൈവ് ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇൻഹെറിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ പ്ലെയർ എന്ന് പറയുന്ന ക്ലാസ്സിനെ ബേസ് ക്ലാസ് എന്നും ഇൻഹെറിറ്റ് ചെയ്തിരിക്കുന്ന ക്ലാസ്സിനെ ഡിറൈവ്ഡ് ക്ലാസ് എന്നും വിളിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതിനൊരു നിർവചനം നോക്കാം. വെൻ എ ക്ലാസ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ഓൺലി വൺ ബേസ് ക്ലാസ് ഇറ്റ് ഈസ് കോൾഡ് സിംഗിൾ ഇൻഹെറിറ്റൻസ്. അതായത് ഒരു ക്ലാസ് മറ്റൊരു ക്ലാസ്സിൽ നിന്ന് ആണ് ഇൻഹെറിറ്റ് ചെയ്തിരിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ ഡിറൈവ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിനെ സിംഗിൾ ഇൻഹെറിറ്റൻസ് എന്ന് വിളിക്കുന്നു. അടുത്തതായി നമുക്ക് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്താണെന്ന് പഠിക്കാം. ചിത്രം ശ്രദ്ധിക്കുക. ഇവിടെ 2 ബേസ് ക്ലാസ്സുകളിൽ നിന്നാണ് ഒരു ക്ലാസ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നിർവചനം, വെൻ എ ക്ലാസ് ഈസ് ഡിറൈവ്ഡ് ഫ്രം മോർ ദാൻ 1 ബേസ് ക്ലാസ്സസ് ഇറ്റ് ഈസ് കോൾഡ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. ഒരു ക്ലാസ് ഇൻഹെറിറ്റ് ചെയ്തിരിക്കുന്നത് ഒന്നിലധികം ബേസ് ക്ലാസ്സുകളിൽ നിന്നാണെങ്കിൽ അതിനെ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് വിളിക്കുന്നു. അടുത്ത മൂന്നാമത്തത് ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ്. ചിത്രം ശ്രദ്ധിക്കുക. ഇവിടെ ഒരു ക്ലാസ്സിൽ നിന്ന് 2 ബേസ് ക്ലാസ്സുകൾ ഡിറൈവ് ചെയ്തിരിക്കുകയാണ്. വെൻ മോർ ദാൻ 1 ക്ലാസ്സസ് ആർ ഡിറൈവ്ഡ് ഫ്രം എ ബേസ് ക്ലാസ് ഇറ്റ് ഈസ് കോൾഡ് ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ്. ഒരു ബേസ് ക്ലാസ്സിൽ നിന്ന് ഒന്നിലധികം ഡിറൈവ്ഡ് ക്ലാസ്സുകൾ ഡിറൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ് എന്ന് വിളിക്കുന്നു. അടുത്തത് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് എന്താണെന്ന് പരിശോധിക്കാം. ചിത്രം ശ്രദ്ധിക്കുക.
ഇവിടെ പ്ലെയർ എന്ന ബേസ് ക്ലാസ്സിൽ നിന്നും ക്രിക്കറ്റർ എന്ന ക്ലാസ് ഡിറൈവ് ചെയ്തിരിക്കുന്നു. വീണ്ടും ക്രിക്കറ്റർ എന്ന ക്ലാസ്സിൽ നിന്ന് ബൗളർ എന്ന ക്ലാസ് ഡിറൈവ് ചെയ്തിരിക്കുന്നു. ഇവിടെ പ്ലെയർ എന്നത് ബേസ് ക്ലാസ് ആണ്. ക്രിക്കറ്റർ എന്നത് പ്ലെയറിൻ്റെ ഡിറൈവ്ഡ് ക്ലാസ്സും ബൗളറിൻ്റെ ബേസ് ക്ലാസ്സുമാണ്. അടുത്തത് അഞ്ചാമത്തെ ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ്. ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസിൻ്റെയും മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസിൻ്റെയും ഒരു കോമ്പിനേഷനാണ്. ഇൻഹെറിറ്റൻസിൻ്റെ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരുമ്പോൾ നിർബന്ധമായും ചിത്രം വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഊപ്സിൻ്റെ അവസാനത്തെ പ്രത്യേകതയെ മോഡുലാരിറ്റി എന്താണെന്ന് പരിശോധിക്കാം. ഒരു വലിയ പ്രോഗ്രാമിനെ ചെറിയ ഭാഗങ്ങളാക്കി തിരിക്കുന്നതിനെയാണ് മോഡുലാരിറ്റി എന്ന് വിളിക്കുന്നത്. ഇങ്ങനെയുള്ള ഓരോ ചെറിയ ഭാഗങ്ങളെയും മോഡ്യൂൾ എന്നും വിളിക്കുന്നു. മോഡുലാരിറ്റി ഈസ് ദ പ്രോസസ് by which a larger program is subdivided into smaller programs called modules. ഇതോടുകൂടി നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ അവസാനിച്ചിരിക്കുകയാണ്. എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ ഞാൻ സാധാരണ പറയാറുള്ള പോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക. നാളെ ചാപ്റ്റർ 3യുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ഇറ്റ്സ് മീ നവീൻ ഭാസ്കർ സൈനിങ് ഓഫ്.